ഹലോ, ഇത്രയും കാലം ചെയ്തതിൽ വെച്ചിട്ട് വളരെ സ്പെഷ്യലായി ഒരു കണ്ടൻറ്റാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് പ്രത്യേകം എന്താ വെച്ചാൽ ഫിഫ ലെജൻഡ്സ് വേഴ്സസ് അറബ് ലെജൻഡ്സിൻ്റെ ഒരു മാച്ച് ഉണ്ട്. ഫിഫ ലെജൻഡ്സ് എനിക്ക് തോന്നുന്നത് റിട്ടയർ ചെയ്ത പ്ലെയേഴ്സ് ആയിരിക്കും, അവർ വേഴ്സസ് അറബ് ലെജൻഡ്സ്. സോ ഫിഫ അതിൽ ഒരുപക്ഷെ ഫിഫയിൽ നിലവിലിപ്പം ഒരുപാട് അംബാസിഡേഴ്സ് ഉണ്ട്. അത് അംബാസിഡേഴ്സ് ഭൂരിഭാഗവും കംപ്ലീറ്റും റിട്ടയർഡ് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്. ചിലവർ കോച്ചാണ്, എങ്കിലും അവർ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും റിട്ടയർ ചെയ്തതാണ്. സോറി, ഇങ്ങനെ മെട്രോയിലാണ് ഒരുപാടാണ് സൗണ്ട് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കംപ്ലീറ്റ് അത് സ്മൂത്ത്ലി പറയാൻ പറ്റാത്തത്. സോ ഇന്ന് അതിനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. DECയിലേക്കാണ് പോകുന്നത്. DECയിൽ നിന്ന് നമുക്ക് ഒരു ബ്രീഫിംഗ് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയില്ല ആരാണ് PTM പോകുന്നത് അറിയില്ല. 40-45ഓളം വോളണ്ടിയേഴ്സ് അവർ പറഞ്ഞത് സെലക്ട് ചെയ്തത്. ഇതിന് മുന്നേ ഖത്തർ നാഷണൽ ടീമിൻ്റെ കൂടെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു, അതിന് കുറച്ച് പേര് കിട്ടിയിരുന്നു. സോ എനിവേസ് അറിയില്ല, എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് രാവിലെ 9 മണിക്ക് എത്താനാണ് പറഞ്ഞത്, 9 ആയി. ഇനി DECയിൽ എത്തിച്ചിട്ട് കാണാം, അതായത് ദോഹ എക്സിബിഷൻ സെൻറ്റർ, നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ. ട്രെയിനിങ് സെൻറ്ററിലെത്തി. ഇതാണ് വർക്ക് ഫോഴ്സ് ട്രെയിനിങ് സെൻറ്റർ. എല്ലാവരുടെയും ട്രെയിനിങ് നടക്കുന്ന ഇവിടെയാണ്, വോളണ്ടിയേഴ്സ് മാത്രമല്ല. നമ്മുടെ ബസ് റെഡിയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ DECയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ബസ്സിൽ ഫുൾ ആളൊന്നുമില്ല. അപ്പോൾ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1, 2, 3, 4. അപ്പോൾ 4ഉം 3ഉമാണ് ഈ ഒരു ബസ്സിലുള്ളത്. ചെറിയ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റായിരുന്നു. സോ പിന്നെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ വന്ന് അതിന് ശേഷം ഇപ്പോൾ നേരെ സ്റ്റേഡിയത്തിലേക്ക് കൂടെയാണ്. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മളെ ഫോണോ അതേപോലെ ഒന്നും കയറ്റി പറ്റില്ല. ഈവൻ ഓട്ടോഗ്രാഫ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവരെടുത്തിരുന്നു പറഞ്ഞത്. സോ ഞാൻ അവിടെ വരെയുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അവരയച്ചു തരുന്ന ഫോട്ടോസും വീഡിയോസും നമ്മൾ ഷെയർ ചെയ്യാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. നമ്മളെത്തി സ്റ്റേഡിയത്തിലെത്തി. സോറി, ട്രെയിനിങ് വെന്യൂവിലെത്തി. This is one of the official FIFA training venues for FIFA World Cup 2022. നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ട് വിട്ടോ. സോ അടിപൊളി ട്രെയിനിങ് ആയിരുന്നു. നമുക്ക് ഫോണ് നമ്മൾക്ക് മാത്രമല്ല അവിടെ ഉള്ള ആർക്കും ഫോൺ യൂസ് ചെയ്യാൻ പറ്റിയില്ല, എക്സെപ്റ്റ് ഫോർ സോഷ്യൽ മീഡിയ അതുപോലുള്ള ആൾക്കാർക്ക്, ആ ടീമിന് മാത്രം. പിന്നെ ഓഫ്കോഴ്സ് പിന്നെ ഗസ്റ്റുകൾക്കും വേറെ ആർക്കും ഫോൺ യൂസ് ചെയ്യാൻ സമ്മതമുണ്ടായിരുന്നു. അടിപൊളി ട്രെയിനിങ് ആയിരുന്നു. ഡേവിഡ് ബെക്കാമിൻ്റെയും യായ ടൂറിൻ്റെ ഒക്കെ കൂടെ ലൈക്ക് ട്രെയിൻ ചെയ്യുക, അവരുടെ ലൈക്ക് ഫോട്ടോ സെഷൻ, Q&A സെഷൻ, അടിപൊളി സംഭവമായിരുന്നു. സോ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ എന്താ പറയുക, പിന്നെ അതുപോലെ ഫിഫ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ചാനലിലും അതുപോലെ അൽക്കാസ് മീൻ സ്പോർട്ടിലും വന്ന കുറച്ച് ഇതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റ് കാരണം ഫുള്ളും ഉണ്ടാവില്ല. അതിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ മാക്സിമം ഇടാൻ ശ്രമിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ പോകുന്ന DECയിലേക്കാണ്. അവിടുന്ന് ലൈക്ക് ഇന്ന് ഒരു ട്രെയിനിങ് കൂടി ഉണ്ട്. ഇന്ന് വൈകിട്ട് ഫിഫ ലെജൻഡ്സ് അറബ് ലെജൻഡ്സ് മാച്ച് ഉണ്ട്. ഒന്നുകിൽ ഇതിലൂടെയും അല്ലെങ്കിൽ അഞ്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടാക്കും. സോ ഇതാണ് നമ്മുടെ DEC. നമ്മൾ തിരിച്ച് DECയിലെത്തിയിരിക്കുകയാണ്. Try to speak to some volunteers. ഓക്കെ, വരാം. അവിടെ സംസാരിക്കാൻ പറ്റും. അവരുടെ എക്സ്പീരിയൻസും കൂടി ആഡ് ചെയ്യാൻ. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്, അതുകൊണ്ടാണ് മാക്സിമം പലതും ഒഴിവാക്കുന്നത്. ഓക്കെ, ഇവിടെ രാവിലെ നമുക്ക് ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായി. ഇതാണ് വോളണ്ടിയേഴ്സ് ഏരിയ. നേരെ പോയി ഫുഡ് അടിക്കുന്ന സ്ഥലം. ഹൈ ഫൈവ്. Five high. Okay, no problem. Hello. Yes. High five. Did you receive it? Did you go to the media or no? No. Really? So now only you have to spend only 2 seconds to take the water and go back. Yeah, run away. Can I have a high five? Hi. Hey guys, can I have high five?
Thank you. How was Beckham today, guys? Yeah, Tour or Beckham, who was good? 1-0. Mine. ലഞ്ച് ഈസ് സെർവ്ഡ്. ഇതാണ് ലഞ്ച് കേട്ടോ, അടിപൊളി ലഞ്ച് ഡബ്ല്യു ഹോട്ടലിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിയാണ്. അപ്പോൾ അവർ സെലക്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് എടുത്ത, അതായത് കംപ്ലീറ്റ് ഷിഫ്റ്റ് എടുത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ മണിക്കൂർ വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ 49 മൊത്തം 65 എനിക്ക്, 15 എനിക്ക് മിസ്സായത്. അല്ല 60, അതെ അത്രയും മിസ്സായി. അല്ല 50 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്തത്. പിന്നെ അങ്ങനെ കുറേ കണ്ടീഷൻസ്, പിന്നെ അതേപോലെ സൂപ്പർവൈസേഴ്സ് എന്നുള്ള അഭിപ്രായം. അപ്പോൾ ഇനി വേൾഡ് കപ്പിലും മറ്റു ഒരുപാട് ടൂർണമെൻറ്റ്, 2-3 ടൂർണമെൻറ്റ് കൂടി വരാറുണ്ട് വേൾഡ് കപ്പിന് മുന്നേ. സോ ഈ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളാവും അടുത്ത ഗസ്റ്റ്, ലക്കി പേഴ്സൺ. ചിലപ്പോൾ റൊണാൾഡീനോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൾ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ലെജൻഡ്സ്, ഫിഫ ലെജൻഡ്സ് വേഴ്സസ് അറബ് ലെജൻഡ്സ്. അടിപൊളി കളിയായിരിക്കും, only for volunteers. Until then, bye. So welcome back. FIFA Legends match ആണ് ഇന്ന്. വേൾഡ് ലെജൻഡ്സ് വേഴ്സസ്